ഓക്കെ, അപ്പോൾ നമ്മൾ മോങ്കോ ഡി ബി കണക്ട് ചെയ്ത് നമ്മൾ ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൽ ഡേറ്റ ഫെച്ച് ചെയ്തു. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് നമ്മൾ വേറെ പേജിൽ കാണിക്കണം. അപ്പം ഞാനിവിടെ ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു പേജ് ആയിരിക്കും കാണിക്കുന്നത്, ഇവിടെ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കുന്നത്. ഈ ഒരു യു ഐ ഡി വെച്ചിട്ട്, ഈ യു ഐ ഡി ആക്ച്വലി എന്ന് പറയുന്നത് നമ്മുടെ മോങ്കോ ഡി ബിയുടെ ഐ ഡി വെച്ചിട്ടാണ് ഇവിടെ നമ്മുടെ ഇവിടെ ഡീറ്റെയിൽസ് എടുക്കുന്നത്. സോ ഈ ഡീറ്റെയിൽസിൻ്റെ കോഡ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മീറ്റപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ, അതായത് ഡൈനാമിക് പേജിനകത്ത് നമ്മൾ ഇൻഡെക്സ് TSXൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഗെറ്റ് സ്റ്റാറ്റിക് പാത്സിൽ നമുക്കിവിടെ ഒരു ഹാർഡ് കോഡ് ചെയ്തൊരു ഐ ഡി ഉണ്ടായിരുന്നു, M1 M2 M3 എന്ന് പറഞ്ഞു. അത് മാറ്റിയിട്ട് നമ്മുടെ മോങ്കോ ഡി ബിയുടെ ഐ ഡി ആണ് അവിടെ ഫെച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സെയിം സാധനം തന്നെയാണ്, അതായത് ഈ ഒരു മെത്തേഡില്ലേ നമ്മൾ മോങ്കോ ഡി ബി കണക്ട് ചെയ്ത് നമ്മൾ ഡേറ്റ എടുക്കുന്നത്, അതിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഡി ബി കളക്ഷൻ മീറ്റപ്സ്, അതായത് മീറ്റപ്സ് ടേബിൾ ഡേറ്റാബേസ് കണക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ മീറ്റപ്പ് കളക്ഷൻസിൽ ഡോട്ട് ഫൈൻഡിനകത്ത് നമ്മൾ 2 പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ എം ടി ഒബ്ജക്റ്റിൻ്റെ എന്ന് വെച്ചാൽ നോ ഫിൽട്ടർ ആണ്, അതായത് ഫിൽട്ടർ ഒന്നും ഇല്ലാതെ നമുക്ക് എല്ലാം ഡേറ്റ എടുത്തുകൊണ്ട് വരും. സോ എല്ലാം ഡേറ്റ എടുക്കണമെങ്കിൽ നമ്മളിവിടെ ഒരു എം ടി ഒബ്ജക്റ്റ് നമ്മളിവിടെ ഫസ്റ്റ് പാരാമീറ്ററിൽ പാസ് ചെയ്യുന്നു. സെക്കൻഡ് പാരാമീറ്ററിൽ നമ്മളിവിടെ അണ്ടർസ്കോർ ID=1 എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ഇത് ഒരു ഒബ്ജക്റ്റ് ആണ്. സോ ഈ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ID മാത്രം കിട്ടിയാൽ മതി. കാരണം ഈ ഗെറ്റ് സ്റ്റാറ്റിക് പാർട്സിൽ നമുക്ക് ID ആണ് വേണ്ടത്. സോ ID മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ ഫീൽഡും നമുക്ക് വേണ്ട. സോ ഈ അണ്ടർസ്കോർ ID=1 കൊടുത്തു കഴിഞ്ഞാൽ ആ അണ്ടർസ്കോർ ID മാത്രം നമുക്ക് ഒരു അറേ ലിസ്റ്റിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് തരും. 2 അറേ വെച്ചിട്ട് നമുക്ക് ഒരു അറേ ലിസ്റ്റ് സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് ക്ലയന്റ് വെച്ച് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എന്ത് ചെയ്യുക, നമുക്കിവിടെ പാത്സ് എന്ന് നേരത്തെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഒരു അറേ ഒബ്ജക്റ്റ് ആയിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഇവിടെ മീറ്റപ്പ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഡേറ്റ എടുത്തിട്ട് നമ്മൾ ഇതിനെ മാപ്പ് ചെയ്യും. മാപ്പ് ചെയ്യുന്നത് ഡേറ്റ ടു ഒരു ആരോ ഫംഗ്ഷനകത്ത് നമ്മൾ പാരാംസിനകത്ത് മീറ്റപ്പിനകത്തായിരിക്കും നമ്മളുടെ ഹാർഡ് കോഡ് ചെയ്ത ID ഉണ്ടല്ലോ അത് മാറ്റി നമ്മുടെ ഡേറ്റാബേസിലുള്ള ID എടുത്ത് ഇവിടെ ഫെച്ച് ചെയ്യും. അതിൽ ഡേറ്റ ഡോട്ട് അണ്ടർസ്കോർ ID=string ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ അണ്ടർസ്കോർ ID എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ID ആണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് സ്ട്രിങ് ആണ്. സോ ആ ഒബ്ജക്റ്റ് സ്ട്രിങ്ങിനെ പിടിച്ച് നമുക്ക് ഒരു സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ToString എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അത്രേ ഉള്ളൂ. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പാത്ത് കിട്ടും, നമുക്ക് ഇങ്ങനെ ഒരു ID കിട്ടും. അതായത് നമ്മളിവിടെ ഷോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ID നമുക്കിവിടെ ഡൈനാമിക്കിൽ ഇവിടെ സെറ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ID കിട്ടി. ഓക്കെ, നമുക്കിവിടെ ID കിട്ടി. ഇനി അടുത്ത നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണിക്കാം. സോ ഈ ഒരു കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് കാണിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗെറ്റ് സ്റ്റാറ്റിക് പാത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ID ഫെച്ച് ചെയ്യാനും ഗെറ്റ് സ്റ്റാറ്റിക് പ്രോപ്സിലാണ് നമ്മുടെ ഡേറ്റ നമ്മൾ എടുത്ത് സെറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ സെയിം തന്നെയാണ് നമ്മൾ മോങ്കോ ഡി ബിയിൽ നമ്മൾ മോങ്കോ ക്ലയൻറ്റ് വെച്ച് കണക്ട് ചെയ്തിട്ട് അതിൽ client.db വെച്ച് DBയിൽ ഒരു വേരിയബിളിനകത്തോട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മീറ്റപ്പ് കളക്ഷൻസിനകത്ത് db.collection meetups, അതായത് നമുക്ക് മീറ്റപ്സിന്റെ ഡേറ്റാബേസ് എടുക്കാം. അതിനകത്ത് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഫൈൻഡ് 1 എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഈ കളക്ഷൻസിനകത്ത് ഫൈൻഡ് 1, അതായത് ഡീറ്റെയിൽസ് എടുക്കുന്നത് ഒരു ഒറ്റ ഒബ്ജക്റ്റേ കാണത്തുള്ളൂ. സോ അതുകൊണ്ട് ഫൈൻഡ് 1 ആണ്. അപ്പൊ അതിനകത്ത് ഫൈൻഡ് ചെയ്തിട്ട് നമ്മുടെ ID വെച്ചിട്ട് നമ്മളൊരു ആ ഒബ്ജക്റ്റിനെ എടുക്കും. ഓക്കെ, നമുക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ആണ്. അപ്പൊ ആ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ID കാണും. ആ ID വെച്ചിട്ടുള്ള ഒരു കറസ്പോണ്ടിങ് ഡേറ്റ ആയിരിക്കും ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അണ്ടർസ്കോർ ID ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അവിടെ നമ്മൾ ന്യൂ ഒബ്ജക്റ്റ് ID. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റ് ID എന്ന് പറഞ്ഞാൽ മോങ്കോ ഡി ബിക്കകത്ത് വരുന്നതാണ് ഒബ്ജക്റ്റ് ID എന്ന് പറഞ്ഞാൽ. കാരണം ഇവിടെ അണ്ടർസ്കോർ ID എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒബ്ജക്റ്റ് ID ആണ്. സോ ഈ ഒബ്ജക്റ്റ് ID വെച്ചിട്ട് നമ്മൾ മീറ്റപ്പ് ID ആക്ച്വലി ഈ ഒരു സ്ട്രിങ് ആണ്.
അതായത് ഇവിടെ വരുന്നത് ഒരു സ്ട്രിങ് ആണ്. ഈ ഒരു ID എന്ന് പറഞ്ഞാൽ സ്ട്രിങ് ആണ്. ഈ സ്ട്രിങ്ങിനെ നമ്മൾ ഒബ്ജക്റ്റ് IDയിലോട്ട് ആക്കണമെങ്കിൽ നമുക്ക് മോങ്കോ DBയുടെ മെത്തേഡ് ഉണ്ട്, ഒബ്ജക്റ്റ് ID. അത് വെച്ചിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്ത് തരും. അതായത് ഈ ആക്ച്വലി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് ആണ്. ആ ID ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡേറ്റ എടുത്തിട്ട് നമുക്കിവിടെ തരും. ഓക്കെ, സോ സെലക്റ്റഡ് ഡേറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ വേരിയബിൾ. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്ന, നമ്മൾ ഈ പ്രോപ്സിനകത്ത് മീറ്റപ്സിനകത്ത് നേരത്തെ ഇവിടെ ഹാർഡ് കോഡ് ചെയ്തിരിക്കുന്ന സാധനം നമ്മളിത് മാറ്റിയിട്ട് ID വെച്ചിട്ട് ഈ സെലക്റ്റഡ് ഡേറ്റ എന്ന് പറയുന്നത് ഒരൊറ്റ ഒബ്ജക്റ്റ് ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫീൽഡ്സ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. _ID, ഇമേജ്, ടൈറ്റിൽ, അഡ്രസ്സ്. ഓക്കെ, സോ ഇത്രയും സാധനം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് ആയിരിക്കും കാണുന്നത്. ഇപ്പം ഞാൻ ആലപ്പുഴ ക്ലിക്ക് ചെയ്തപ്പോൾ ആലപ്പുഴയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ തന്നെ ടെസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എടുത്തുകൊണ്ട്. നമുക്ക് കുറച്ച് ടൈം എടുക്കും. സോ ഇതിനകത്ത് നമുക്ക് ലോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് CSS രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ലോഡിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ലോഡർ മസ്റ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ലോഡിങ് കാണിക്കുമ്പോൾ യൂസറിനെ മനസ്സിലാവണം അവിടെ എന്താണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കില്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് എന്ന് വിചാരിച്ച് അവരവിടെ വിടും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു API കോൾ ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ലോഡർ പറഞ്ഞ് വിടണം. ഇത് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലാണ്, ജസ്റ്റ് ഒരു ബേസിക് കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കസ്റ്റമായിട്ടൊരു ലോഡർ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റ ഫെച്ചിങ്ങും നമ്മൾ ഡേറ്റയുടെ മീറ്റപ്പ് ഡീറ്റെയിൽസും നമ്മളെല്ലാം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സാധനം. MongoDB വെച്ച് സേവ് ചെയ്യുന്നതും ഡേറ്റ റിട്രീവ് ചെയ്യുന്നതും എല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിനകത്ത് ഇടാം. ഓക്കെ, ബൈ.